നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഉലുവച്ചീര ഉപ്പേരിയാണ്. ഉലുവച്ചീര ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉലുവച്ചീര ഉപ്പേരി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഞാനിവിടെ ഉലുവയുടെ ഇല മാത്രം നന്നായിട്ടൊരു 3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 ടു 15 മിനിറ്റ് വെള്ളം വാരാൻ വെക്കണം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുകയാണ്. ഒരു പിടി കടലപ്പരിപ്പ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് കുറച്ച് ഉപ്പും കൂടിയും ഇതിലേക്ക് ഇടാം. പിന്നെ ഒരു വിസിൽ കുക്കറിൽ അടിച്ച് സൈഡിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 5 ടു 6 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളീനെ ഒന്ന് ലൈറ്റായിട്ട് ചുവന്നന ആവുന്നവരെ വേണം വാട്ടിയെടുക്കാൻ. അപ്പോൾ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ തരിമുളക് പൊടി ഒന്ന് ഇട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ തുരുവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങേനെ ഒന്ന് ലൈറ്റായിട്ട് ചുവന്നന ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ വേണ്ടി വരും തേങ്ങ ഒന്ന് ലൈറ്റായിട്ട് ചുവന്ന് വരാൻ. തേങ്ങ ഒന്ന് ഡ്രൈ ആവണം. ലൈറ്റായിട്ട് ചുവന്ന നിറം വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ലൈറ്റായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളീനെ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഏകദേശം കുറച്ച് നേരമാകുമ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച കടലപ്പരിപ്പിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കഴുകി വെച്ച ഉലുവയുടെ ഇലേനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉലുവയുടെ ഇലേനെ ഇളകിക്കൊണ്ടേ വേണം അതിനെ വേവിച്ചെടുക്കാൻ. അടച്ചു വെച്ച് വേവിക്കരുത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ വേണം ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഉലുവയിലേനെ വേവിക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ പകുതി ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇല ഒന്ന് ഉലുവയില ഒന്ന് കുറച്ചൊന്ന് വാടി വരുമ്പോൾ ബാക്കിയുള്ള ഇലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഇലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഉലുവയിലേനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം പിടിക്കും. ഏകദേശം ഒരു 7 ടു 10 മിനിറ്റൊക്കെ ആവും ഉലുവയില ഒന്ന് വെന്ത് വരാൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയാൽ മതി. ഫുള്ള് ഹൈയും വേണ്ട, തീരെ ലോ ആയിട്ടും ഇളക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 10 മിനിറ്റൊക്കെ ഇളക്കി വരുമ്പോൾ നമ്മുടെ ഉലുവച്ചീര ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവച്ചീര ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉലുവയുടെ ഇല മാത്രം എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുക. പിന്നെ ഉലുവയുടെ ഇലേനെ അരിയാണ്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. പിന്നെ 2 ഉള്ളിയും പിന്നെ കുറച്ച് തക്കാളിയും പിന്നെ കടലപ്പരിപ്പും പിന്നെ തേങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ ഉലുവയുടെ ഇലയുടെ അത്ര കയ്പ്പ് നമുക്ക് അറിയില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.